റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ അവസാന കാലം മുസ്ലിമായ ആളാണ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഹിന്ദ് ബിൻത് ഉത്ബയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പിളർന്നുകൊണ്ട് കരൾ കടിച്ചു തുപ്പിയത് ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ. ഓർമ്മയില്ലേ ചരിത്രത്തിൽ? ഹിന്ദ് ബീവിയും മുസ്ലിമത്താണ്, സുഹാബിയത്താണ്. ഹംസ തങ്ങളെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞുകൊന്ന വഹ്ശിയും സുഹാബിയാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ശത്രുത വെക്കുമ്പോൾ ഹബീബക ഹൗനമ്മ, സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അറിയണം, അസാ അൻ യകൂന ബഗീലക യൗമമ്മ, എപ്പോഴെങ്കിലും നിങ്ങളുടെ ശത്രുവായി മാറാനിടയുണ്ട്. പിന്നെ ആരോടെങ്കിലും വൈരാഗ്യവും ദേഷ്യം വെച്ച് പുറത്തും പറയണം, വഅബ്ഗിൽ ബഗീലക ഹൗനമ്മ അസാ അൻ യകൂന ഹബീബക യൗമമ്മ, എപ്പോഴെങ്കിലും ഒരു ചങ്ങായിയായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് വെറുപ്പിക്കേണ്ട. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ പൊറുപ്പിക്കേണ്ട ഒരു സമയം വരും. അപ്പോൾ ഈ വെറുപ്പിച്ചതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് വിഷമായിരിക്കും, അത് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് വെറുക്കുകയാണെങ്കിൽ ഒരു പാകത്തിന് വെറുത്താൽ മതി, സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പാകത്തിന് മതി. കാരണം സ്നേഹിതൻ ശത്രുവാകാം. ശത്രുവിനെ ഒരുപാട് വെറുക്കണ്ട, അവൻ നിങ്ങളുടെ മിത്രമാവാനും ഇടയുണ്ട്. ഇത് പുണ്യനബി പഠിപ്പിച്ചൊരാശയമാണ്, ഹദീഥല്ല. പക്ഷേ അങ്ങനെ അസറുകളിൽ കാണപ്പെടുന്നൊരു വാക്കാണത്.